Hello, Guten Tag. This is Easy German Hub, where you can learn German simply and effectively. Good day to all. I hope everyone is doing well. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ബേസിക് വേർഡ്സ്, മാത്തമാറ്റിക്കൽ സിംബൽസ് ആൻഡ് ഗ്രീറ്റിംഗ്സ്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കറക്ഷൻസോ ആവശ്യമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനോമൻസ്, ഡേയ്സ് ഓഫ് ദ വീക്ക്, months of the year, times in a day and seasons. Okay, let's go to the video. അതിനു മുൻപായി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട് ജർമ്മൻ ഭാഷയിൽ. നമ്മൾ വെർബ് എപ്പോഴും സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. ഇതിനൊരു എക്സാമ്പിളാണ് ഇഷ് ലേണെ ഡോയിഷ്. ഐ ആം ലേണിംഗ് ജർമ്മൻ. ഇതിൽ ലേണിംഗ്, അതായത് ലേണയാണ് ഇതിൻ്റെ അകത്തെ വെർബ്. അത് നമ്മൾ സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. നൗൺസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിനൊരു എക്സാമ്പിളാണ് ദസ് ഹൗസ് ഈസ് ടു ഗ്രോസ്, അതായത് ദി ഹൗസ് ഈസ് ബിഗ്. ഇതിലെ നൗണായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഹൗസ്. അപ്പോൾ നമ്മളത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അടുത്തതായി എൻഡ് ഓഫ് ദ സെൻറ്റൻസിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യും. അതെല്ലാവർക്കും അറിയാമല്ലോ. അടുത്തതായി നമ്മൾ കോമ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരു ലിസ്റ്റ് പോലെ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോമ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരു എക്സാമ്പിളാണ് ഇഷ് മാഗ് ആപ്പിൾ ബനാനൻ und ട്രൗബൻ. ഐ ലൈക്ക് ആപ്പിൾ, ബനാന ആൻഡ് ഗ്രേപ്സ്. നമ്മൾ ഇതിൽ ആപ്പിൾ കഴിഞ്ഞൊരു കോമയോടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രൗബൻ മീൻസ് ഗ്രേപ്സ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഉണ്ട്. അതായത് ഇഷ് ലേണെ ഡോയിഷ് വൈൽ ഇഷ് ഇൻ ഡോയിഷ്ലാൻഡ് സ്റ്റുഡിയേറൻ മ്യോസ്റ്റൈ. ഇത് ഉദ്ദേശിക്കുന്നത് ഐ ആം ലേണിംഗ് ജർമ്മൻ ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു സ്റ്റഡി ഇൻ ജർമ്മനി. ഐ ആം ലേണിംഗ് ജർമ്മൻ ബിക്കോസ്. ആ ബിക്കോസ് അവിടെ ഒരു കണക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അവിടെ ഒരു കോമ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് പേഴ്സണൽ പ്രൊനോമൻ, അതായത് പേഴ്സണൽ പ്രൊനൗൺസ്. ഇതിൽ സിംഗുലർ പ്രൊനൗൺസും പ്ലൂറൽ പ്രൊനൗൺസും ഉണ്ട്. സിംഗുലാറിന് പറയുന്നത് ഐൻസാൽ എന്നാണ്. ഇതിൽ ആദ്യത്തേത് ഇഷ് ഈസ് ഐ. അടുത്തത് ദു ഈസ് യു. അടുത്തതായി എർസിഎസ്, ഹി, ഷീ, ഇറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് പ്ലൂറൽ പ്രൊനൗൺസ് ആണ്. പ്ലൂറലിന് നമ്മൾ ജർമ്മനിൽ പറയുന്നത് മേർസാൽ. മേർ മീൻസ് മോർ. ഇതിൽ ആദ്യത്തേത് വിയർ ഈസ് വി. അടുത്തതാണ് ഇയറിനും യു എന്ന മീനിങ് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് മീൻ ചെയ്യുന്നത് യു ഓൾ. പ്ലൂറൽ ഫോമിലുള്ള യുവിനാണ് നമ്മൾ ഇയർ എന്ന് പറയുന്നത്. അടുത്തതാണ് സി മീൻ ചെയ്യുന്നത് ദേ. നമ്മൾ സിംഗുലർ പ്രൊനൗൺസിലും കണ്ടു സി മീൻസ് ഷീ. പ്ലൂറാലിൽ നമ്മൾ കാണുന്നത് സി മീൻസ് ദേ. ജർമ്മൻ ഭാഷ ഇങ്ങനെയാണ്. അടുത്തതും സി ആണ്. സി മീൻസ് യു. ഫോർമലായിട്ട് നമ്മൾ സിംഗുലറിലും പ്ലൂറലിലും യൂസ് ചെയ്യുന്നതാണ് സി യു. മറക്കരുത്, ഇതിൻ്റെ ആദ്യത്തെ ലെറ്റർ എസ് ക്യാപിറ്റലായിരിക്കും. ഇത് ഫോർമൽ യൂസിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പേഴ്സണൽ പ്രൊനോമൻസ്. അപ്പോൾ എല്ലാവരും ഇത് നന്നായി പഠിക്കുക. ജർമ്മൻ ഭാഷയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. ഇത് ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല എങ്കിലും ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്. ഈ പേഴ്സണൽ പ്രൊനോമൻസ് വെച്ച് നമ്മളൊരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യും. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ഹീ ഗോസ്, ഷീ ഗോസ്, ബട്ട് നമ്മൾ ദേ ഗോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡിൽ മാറ്റം വന്നു. ഇതിനാണ് നമ്മൾ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ വെർബും നമ്മൾ പേഴ്സണൽ പ്രൊനോമൻസ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ജർമ്മനിലും കോഞ്ചുഗേറ്റ് ചെയ്യും. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ അതിനു മുൻപായി എല്ലാവരും ഈ പേഴ്സണൽ പ്രൊനോമൻസ് പഠിച്ചു വയ്ക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വീക്ക് ഡേയ്സ്, അതായത് ദി വോഹൻടാഗെ, മൺഡേ, മോൺടാഗ്, ട്യൂസ്ഡേ, ഡീൻസ്റ്റാഗ്, വെനസ്ഡേ, മിറ്റ്വോഹ്, തേഴ്സ്ഡേ, ഡൊണർസ്റ്റാഗ്,
ഫ്രൈഡേ, ഫ്രൈറ്റാഗ്, ഫ്രൈറ്റാഗ്. സാറ്റർഡേ, സാംസ്റ്റാഗ്, സാംസ്റ്റാഗ്. സൺഡേ, സോൺടാഗ്, സോൺടാഗ്. നമ്മൾ ജർമ്മനിൽ സണ്ണിന് പറയുന്നത് സോൺ, സോൺ എന്നാണ്. ഡേ മീൻസ് ടാഗ്. സൺഡേ, സോൺടാഗ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് മന്ത്സ് ആണ്. ഇതിന് ജർമ്മനിൽ പറയുന്നതാണ് ദി മൊണാറ്റെ, ദി മൊണാറ്റെ. ഓക്കെ. ജനുവരി, യാനുവാർ, യാനുവാർ. ഫെബ്രുവരി, ഫെബ്രുവാർ, ഫെബ്രുവാർ. മാർച്ച്, മാർസ്, മാർസ്. ഏപ്രിൽ, ആപ്രിൽ, ആപ്രിൽ. മെയ്, മായ്, മായ്. ജൂൺ, യൂണി, യൂണി. ജൂലൈ, യൂലി, യൂലി. ആഗസ്റ്റ്, ഔഗുസ്റ്റ്, ഔഗുസ്റ്റ്. സെപ്റ്റംബർ, സെപ്റ്റംബർ, സെപ്റ്റംബർ. ഒക്ടോബർ, ഒക്ടോബർ, ഒക്ടോബർ. നവംബർ, നവംബർ, നവംബർ. ഡിസംബർ, ഡിസംബർ, ഡിസംബർ. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ടൈംസ് ഇൻ എ ഡേ, അതായത് ദി ടാഗെ സൈറ്റ്. ടാഗ് മീൻസ് ഡേ, സൈറ്റ് മീൻസ് ടൈം. ദി ടാഗെ സൈറ്റ്. മോർണിംഗ്, ദർ മോർഗൻ, ദർ മോർഗൻ. അതായത് നമുക്ക് ഒരു 6 AM to 9 AM വരെയാണ് മോർണിംഗ്. ദർ മോർഗൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫോർനൂൺ, ദർ ഫോർമിറ്റാഗ്, ദർ ഫോർമിറ്റാഗ്. അതായത് 9 AM to around 12 PM. അടുത്തതായി നൂൺ, ദർ മിറ്റാഗ്, ദർ മിറ്റാഗ്. അതായത് 12 to 2 PM. അടുത്തതായി ആഫ്റ്റർനൂൺ, ദർ നാഹ്മിറ്റാഗ്, ദർ നാഹ്മിറ്റാഗ്. അതായത് 2 to 6 PM. ദ നെക്സ്റ്റ് വൺ ഈസ് ഈവനിങ്, ദർ ആബൻഡ്, ദർ ആബൻഡ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് 6 PM to 10 PM. അടുത്തത് നൈറ്റ്, ദി നാഹ്റ്റ്, ദി നാഹ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിക്കാണും, നമ്മൾ മോർഗൻ, ഫോർമിറ്റാഗ്, മിറ്റാഗ് എന്നതിൻ്റെയൊക്കെ മുൻപായി ദർ എന്നും നൈറ്റ്, നാഹ്റ്റിൻ്റെ മുമ്പായിട്ട് ദി എന്നുമാണ് ചേർത്തത്. ഇതിനെ നമ്മൾ ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ജർമ്മൻ ഭാഷയിൽ 4 ആർട്ടിക്കിളാണുള്ളത്: മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രാൽ, പ്ലൂറാൽ. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ നോക്കുന്നത് സീസൺസ് ആണ്, അതായത് യാരെ സൈറ്റൻ, യാരെ സൈറ്റൻ. ഇതിൽ സ്പ്രിംഗ് സീസൺ നമ്മൾ ദർ ഫ്രൂലിംഗ്, ദർ ഫ്രൂലിംഗ് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് സമ്മർ, സമ്മർ, ദർ സൊമ്മർ, ദർ സൊമ്മർ. അടുത്തതായി ഓട്ടം സീസൺ, ദർ ഹെർബ്സ്റ്റ്, ദർ ഹെർബ്സ്റ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് വിന്റർ, ദർ വിന്റർ, ദർ വിന്റർ. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി വൊക്കാബുലറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വൊക്കാബുലറിയൊക്കെ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ജർമ്മൻ ഭാഷയിലുള്ള ഗ്രോത്ത് നമ്മുടെ വൊക്കാബുലറി കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ ആവശ്യമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Tschüss.